ഹലോ, ഞങ്ങളുടെ നാട്ടിലേക്ക് മുസ്ലിംസിൻ്റെ വീട്ടിലെ പെരുന്നാൾ രാവിലെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് കേട്ടോ ഈ ഇലയട. മൈലാഞ്ചിട്ട കൈകളോടെ ഈ ചൂട് അട തിന്നും ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുന്ന ഈ അട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം പൊടിയനയില പൊട്ടിക്കാം. അന്ന് വരെ ആരും തിരിഞ്ഞു നോക്കാത്ത ഈ പൊടിയനയിലെ മരത്തെ മൊട്ടടിച്ച രീതിയിലാക്കിയിട്ടുണ്ടാവും. ഈ ഇലയിലുണ്ടാക്കുമ്പോൾ പ്രത്യേക മണവും രുചിയാണ് കേട്ടോ. അതിനാണ് ഈ ഇല എടുക്കുന്നത്. ഈ ഇലയുടെ ഞെട്ടിയെല്ലാം പൊട്ടിച്ച് അതിനെ മാറ്റി വെക്കണം. അടയ്ക്ക് ആവശ്യമായ തേങ്ങയെ പൊട്ടിച്ച് ചെറുതാക്കി ചിരകി മാറ്റി വെക്കുക. ഇതിലേക്ക് ആവശ്യമായ ഏലക്കായവും ചെറിയ ജീരകങ്ങളും പൊടിച്ച് മാറ്റി വെക്കുക. മധുരത്തിന് ആവശ്യമായ ശർക്കര പൊടിച്ച് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി ഉരുക്കിയെടുക്കുക. ഉരുക്കിയതിനെ കച്ചറ കളയാൻ വേണ്ടി അരിച്ചെടുക്കുക. ഇതിലോട്ട് ആവശ്യമായ ചെറിയുള്ളി എടുത്ത് തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെക്കുക. ശർക്കര ഉരുക്കിയതിനെ അടുപ്പത്ത് വെച്ച് അതിലോട്ട് തേങ്ങയിട്ട് അതിലോട്ട് ചെറിയ ഉള്ളി, പെരിഞ്ചീരകവും ഏലക്കായയും പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കുക. ഇത് നന്നായി വിളയിച്ചെടുത്തത് ഇതുപോലെയാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുക. അടയുണ്ടാക്കാൻ വേണ്ട മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കുറേശ്ശെയായി പൊടിയിട്ട് നന്നായി വാട്ടിയെടുക്കുക. മാവ് ഇതുപോലെയാകുമ്പോൾ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത മാവിനെ ഓരോ ബോൾസുകളാക്കി മാറ്റി വെക്കുക. പത്തിരി പ്രസ്സിൽ ഇല വെച്ച് അതിലോട്ട് ബോൾ വെച്ച് നന്നായി പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ എടുത്തതിലോട്ട് ഫില്ലിങ് വെച്ച് അതിനെ മടക്കി നന്നായി കവർ ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. ആവിയിൽ വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലോട്ട് ചിരട്ടകളെ കമഴ്ത്തി ഇതുപോലെ വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതിന് മേലെ ഇല വെച്ച് ഓരോ അടയെയും നിരത്തി കൊടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ ഇലയട റെഡിയായിട്ടോ. തൊലിക്കുമ്പോൾ തന്നെ പ്രത്യേക മണമാണ്, നല്ല ടേസ്റ്റാണ്. പണ്ട് കാലത്ത് വലിയമ്മമാരുണ്ടാക്കിയിരുന്ന ഒട്ടും എണ്ണമഴുക്കില്ലാത്ത ഈ ഇലയട ഏത് പ്രായക്കാർക്കും തിന്നാൻ പറ്റുന്നതാണ് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.